ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇതായിട്ട് കാണുന്നതെല്ലാവരും വീഡിയോ കാണണേ. നമ്മൾ ഇന്നലെ ഒരു സീരിയൽ ഷൂട്ടിനാണ്, മംഗല്യം എന്ന് പറഞ്ഞ സീരിയൽ ഷൂട്ടിന് പോയായിരുന്നു. അതിലൊരു സ്കൂളിൽ വെച്ചായിരുന്നു ഇത് സീരിയൽ ഷൂട്ട് നടന്നത്. അതിൽ അവിടെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ്റെ ഓരോ ഇതാണ് വർഷം, ഓരോ സ്ഥലത്ത് പോയതിൻ്റെയും സത്യാഗ്രഹം നടത്തിയതിൻ്റെയും ജവഹർലാൽ നെഹ്റുവായിട്ട് കണ്ടുമുട്ടിയതിൻ്റെയും മുഖർജിയായിട്ടുള്ള കണ്ടുമുട്ടിയതിൻ്റെയും അങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ ഇത് ഫോട്ടോസും അതിൻ്റെ വർഷവും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഇത് പഠിച്ചിട്ട് ചെന്നാലും ടീച്ചർമാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം പെട്ടെന്ന് മറന്നു വന്ന കുട്ടികൾ കാണുമല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ടാണ് ഞാനും. പഠിച്ചിട്ടായിരിക്കും ചെന്നത്, പക്ഷേ ചോദിക്കുമ്പോഴത്തേക്കും ഓർമ്മയുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല, പേടിച്ചിട്ട് പറയാൻ പറ്റാതെ മറന്നു പോകുന്നൊരവസ്ഥ എനിക്കുണ്ട് ആ ഒരു സമയത്ത്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്നേരം ഞാൻ ചോദിക്കും, പക്ഷേ അന്ന് ഇതൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല, വീണ്ടും അടി കൊണ്ടിട്ടുണ്ട് ടീച്ചറിൻ്റെ നിന്ന്. എന്നാലും പഴയ കാലം ഓർത്തെടുക്കാനും ഒരു സന്തോഷം നമുക്ക് കാണുമല്ലോ. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന മക്കൾ ഭാഗ്യമുള്ള കുട്ടികളാണ് കേട്ടോ. കാരണം അവർ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയാലും അത് വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുകയും ഇന്ന കാര്യങ്ങളെന്ന് അവരുടെ മനസ്സിൽ തന്നെ കിടക്കുകയും മെമ്മറിയിൽ കിടക്കുകയും ചെയ്യും. അതൊരു ലക്ക് തന്നെയാണ് ആ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ. ഈ സ്കൂളിൻ്റെ പേര് കണ്ണകശാല മിഷൻ സ്കൂൾ എന്നാണ് കേട്ടോ. ഇത് മാത്രമല്ല, അവിടെ പിന്നെ ഫ്രൂട്ട്സുകളുടേത്, വെജിറ്റബിൾസ്, പിന്നെ ഔഷധ ചെടികൾ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെതും അവിടെ ഉണ്ട്. ഞാൻ അതൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ്റെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ എടുത്ത്, പിന്നെ നമ്മുടെ പുതിയ മന്ത്രിമാരുടെയും പഴയ മന്ത്രിമാരുടെയും എല്ലാം ഫോട്ടോസ് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ പേര് കാര്യങ്ങളെല്ലാം. അതും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതെല്ലാം കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തിലോട്ട് നമ്മൾ പോയെന്ന ചിന്തയല്ല, പോയി കഴിഞ്ഞു, മനസ്സങ്ങ് പഴയ കാലത്തിലെത്തി. അതാണ് അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വന്നപ്പോൾ എടുത്തത്. ഇനി ഞാനത് ആസ്വദിച്ചു എന്ന് പറയും. കാരണം അവിടെ എനിക്ക് ഷൂട്ടില്ലായിരുന്നു, ഏട്ടനായിരുന്നു ഷൂട്ടുള്ളത്. ഞാനവിടെ നിന്ന് ബോറടിച്ച് ചത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ 4 സൈഡിലും ഇങ്ങനെ, ആ സ്കൂളിൻ്റെ 4 സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇല്ല, നാരായണത്ത് അന്ന് കല്ലുരുട്ടി മഴയുടെ മേളിൽ കയറ്റിയിട്ട് തിരിച്ച് ഉരുട്ടിയിടുമല്ലോ, അതേ ഒരവസ്ഥയായിരുന്നു ആദ്യം എനിക്ക്. പ്രാന്ത് പിടിച്ചിങ്ങനെ ഇരുന്നതായിരുന്നു കേട്ടോ. തൊണ്ടയ്ക്കെല്ലാം ഒരു അസ്വസ്ഥത, കിച്ചു. പിന്നെ നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ പിള്ളേരെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഓർഡർ അനുസരിച്ച് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.